ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തളർന്നു പോയ ആടുകളെ നമുക്ക് എഴുന്നേൽപ്പിച്ച് നിർത്താമോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഇവൾ നമ്മുടെ സുന്ദരി, ഇവളെ എല്ലാവർക്കും അറിയാമായിരിക്കാം, നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം. പ്രസവത്തോടെ അകിടുവീക്കം വന്ന് തളർന്നു പോയി ഒരു മാസത്തോളം കിടപ്പന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇവളെ ഈ ഒരു രീതിക്ക് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അകിടുവീക്കം വന്ന് തളർന്നാണെങ്കിലും അതുപോലെ പ്രസവത്തോടെ ആണെങ്കിലും കാൽസ്യക്കുറവുകൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും തളർന്നു പോയ ആടുകളെ നമുക്ക് രക്ഷപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് നിർത്താം, നടത്താം. ഇപ്പോൾ ഇവൾ എഴുന്നേൽക്കുകയും നടക്കുകയും എല്ലാം അവൾ സ്വയം ചെയ്യും. മറ്റേത് നമ്മൾ എഴുന്നേൽപ്പിച്ച് നിർത്തണമായിരുന്നു. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലെ ഇവൾക്ക് തീറ്റൊന്നും കൂടുതൽ കൊടുത്തിട്ടില്ല. വെള്ളം കൊടുത്തതിന് ശേഷം നല്ലപോലെ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പുറത്തോട്ട് അങ്ങനെ ഇറക്കി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചൊറിയും മരുന്ന് പുരട്ടി കൊടുത്താൽ അതെല്ലാം നക്കിയെടുക്കുക, അതൊക്കെ തന്നെയാണ് പണി കേട്ടോ. മരുന്ന് നമ്മൾ അകിടിൽ ഇപ്പോഴും പുരട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അകിടിൻ്റെ ആ ഒരു നീര് കുറച്ചും കൂടെ പോകാനുണ്ട്. പക്ഷേ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു പ്രശ്നം അതൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും നടത്താറില്ല, എന്നാലും നമ്മൾ 1-2 തവണ പറമ്പിലോട്ടൊക്കെ കൊണ്ടുപോയി. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളിതൊരിക്കലും മാറില്ല എന്ന് വിചാരിക്കേണ്ട, മാറ്റിയെടുക്കാം. ഇപ്പോൾ കുളിപ്പിച്ചിട്ട് ഒരു നല്ലപോലെ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഴുക്കൊക്കെ ഒരുവിധമൊക്കെ പോയി. എന്നാലും പ്രസവം കഴിഞ്ഞിട്ട് അങ്ങനെ ഇവൾ കിടപ്പായതുകൊണ്ട് കൂടുതലും കുളിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ പുല്ലൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം കൊടുത്തിട്ട് നേരെ ഇങ്ങനെ ഇറക്കി വെയിൽ കണ്ടപ്പോൾ ഇപ്പോൾ വെയിലൊന്നും മങ്ങിപ്പോയതാണ്. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റേത് വറക്ക് വരുന്നത് വെച്ചാൽ രാവിലെ തന്നെ കുളിപ്പിക്കുമ്പോൾ തണുപ്പല്ലേ, അപ്പോൾ വെയിലുള്ള സമയം നോക്കിയിട്ട് നമ്മൾ കുളിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്ക് എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് വെച്ചാൽ, ഞാൻ അകിടുവീക്കം വന്നിട്ട് അതിനുള്ള ഇഞ്ചക്ഷനും കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക് അതെല്ലാം കൊടുക്കേണ്ടി വരും. ഇൻഫെക്ഷനും അതുപോലെ അതെല്ലാം പോകാനായിട്ട്. പക്ഷേ എഴുന്നേറ്റ് നടക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് ഹോമിയോ മരുന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാനത് എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, സൈഡിലായിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഹോമിയോ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോമിയോ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്താണെങ്കിൽ ജനത മെഡിക്കൽസ് ആണ് കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അകിടുവീക്കത്തിനുള്ള മരുന്നുണ്ട്, വേറെ ഹോമിയോ മരുന്ന്. അപ്പോൾ അകിടുവീക്കം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്താൽ മതി. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ തളർന്നു പോയ ആടുകൾ, പശുക്കൾക്കും മറ്റേത് മൃഗങ്ങൾക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കാനുള്ള മരുന്ന് അവരോട് വിവരം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാനുള്ള മരുന്ന് വേറെ ഉണ്ട്, അതും കൂടെ കൊടുത്തോന്ന്. അപ്പോഴേ അവർ പറഞ്ഞു കേട്ടോ 2 ബോട്ടിൽ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ബോട്ടിൽ തീർന്നു, രണ്ടാമത് വാങ്ങിച്ച് കൊടുത്തു. അത് മുഴുവനായിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. ഒരു ബോട്ടിൽ തീരുന്നതിന് മുന്നേ തന്നെ ഇവൾ സ്വയം എഴുന്നേറ്റ് നിന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തളർന്നു പോയ ആടുകളുണ്ടെങ്കിൽ ഹോമിയോ ഷോപ്പിൽ ചെന്നിട്ട് വിവരം പറയാം. അപ്പോൾ അവർ മരുന്ന് തരും, അത് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവൾക്ക് 2 നേരം വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ അവർ പറഞ്ഞ അളവിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ മരുന്ന് പോവും. ആടുകളല്ല, അവർക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ തളർന്നു പോയ ആടുകൾക്കൊക്കെ നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അവളങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ കുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും, നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കുറേ സമയം നിൽക്കുന്നു. അപ്പോൾ ഒന്ന് അവിടെ കിടന്നാണ്, വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ. പിന്നെ അകിടിൻ്റെ കുറച്ചും കൂടി മാറി വരാനുണ്ട് കേട്ടോ. പിന്നെ ഈ ഫുഡ് എടുക്കലൊക്കെ നല്ല കുറവാണ്, വെള്ളം കുടിക്കലും ഒക്കെ കുറവാണ്. അപ്പോൾ അകിടിൻ്റെ മാറാനായിട്ട് ഇപ്പോൾ മരുന്ന് അരച്ച് പുരട്ടുന്നുണ്ട്. കുറച്ചൊരു നീരേ ഉള്ളൂ, ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ കയ്യിന് ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല, പറ്റി അങ്ങ് തളർന്നു പോയി. എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങ് പോയി. അവൾ ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയുടെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അവളുടെ പ്രസവത്തിൻ്റെയും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇതുവരെ ഇവളുടെ വീഡിയോസ് കാണാത്തവർക്കായിട്ട് അതെല്ലാം എടുത്ത് കണ്ടു നോക്കാം. ഒരുപാട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വിധം പരീക്ഷണത്തിലൂടെയൊക്കെ കടന്നുപോയി. ഇപ്പോൾ ഈ ഒരു രീതിക്ക് അവൾ മാറി വന്നിട്ടുണ്ട്. പിന്നെ കൂട്ടിലോട്ട് കയറ്റണം, പുല്ല് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഉറക്കം വന്ന മൂഡിൽ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് അങ്ങ് കൊടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിലൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. പിന്നെ പാലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇവൾക്ക് അകിടി വീക്കം വന്നിട്ട് ആ ഒരു തളർച്ച വന്ന കാരണം അകിടിൻ്റെ പാലെല്ലാം കേടുവന്ന് പോയി. ഇപ്പോൾ പാലില്ല, കുറച്ച് നീര് മാത്രമേ ഉള്ളൂ. അതും കൂടി പോയാൽ പിന്നെ അവളുടെ അസുഖം എല്ലാം മാറി ശരിയായി കേട്ടോ. പിന്നെ നടക്കാനൊക്കെ കഴിയും. പറമ്പിലോട്ട് നമ്മൾ 1-2 തവണയൊക്കെ അവളെ കൊണ്ടുപോയി
പിന്നെ കൂടുതൽ അങ്ങനെ നടത്താറില്ല. ഒരുപാട് അങ്ങ് നടന്നാൽ കൈയൊന്ന് പൊക്കി നിൽക്കുകയൊക്കെ ചെയ്യും. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു രീതിക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു ശ്വാസം മാത്രം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സുന്ദരിയേ എന്നാ ഉണ്ട് വാ, സുന്ദരി ഉണ്ട് വാ. അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൂട്ടിലോട്ട് കൊണ്ടുപോയിട്ട് തീറ്റ കൊടുക്കണം. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവളൊരു 8 മണി ആയപ്പോൾ 8:30 ആയപ്പോൾ വെള്ളം കൊടുത്തിട്ട് അങ്ങനെ കൂട്ടിനിറക്കി കുളിപ്പിച്ചാണ്. എന്ന് വെച്ചാൽ നല്ല അഴുക്കായിരുന്നു. ഇത്തവണ പ്രസവം കഴിഞ്ഞിട്ട് അങ്ങനെ കുളിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കിടപ്പന്നെ ആയതുകൊണ്ട് കാലിൻ്റെ നഖമൊക്കെ അങ്ങ് വളർന്നു പോയിട്ടെന്ന് വെച്ചാൽ നിൽക്കുന്നുമില്ല, നടക്കുന്നുമില്ല. അപ്പോൾ ആ നഖമൊക്കെ വളർന്നു പോയിട്ടുണ്ട്. അതൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ശരിയായിക്കോളും. പിന്നെ നമ്മൾ ഇവൾക്ക് മീനെണ്ണ കൊടുത്താൽ മതി. പക്ഷേ ഞാൻ മീനിൻ്റെ ടാബ്ലറ്റ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം വീതം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. 2 or 3 ഈത്തപ്പഴവും 2 മീൻ ഗുളികയും കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തളർച്ച വന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും നല്ലപോലെ ഫുഡ് കൊടുക്കണം. ഇപ്പോൾ ഇവൾ ഒരു പൊട്ടയില ഒരയില അത്രയൊക്കെയാണ് കഴിക്കാറുണ്ടായിരുന്നത്. പക്ഷേ അത് ഞാൻ ഇടവിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒന്നാണെങ്കിലും ഒരു പൊട്ടാണെങ്കിലും അകത്തേക്ക് എന്തെങ്കിലും ചെല്ലുമല്ലോ. മറ്റേത് തീരെ ഭക്ഷണം എടുക്കാതെ നമ്മൾ വെറും മരുന്ന് കൊടുത്തുകൊണ്ട് കിടപ്പിലായ മറ്റേ മൃഗങ്ങൾ ഒരിക്കലും എണീറ്റ് നിൽക്കില്ല കേട്ടോ. നമ്മൾ ഫുഡും കൂടെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇവൾക്ക് വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 3 നേരമാണ് വെള്ളം കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇവൾ തീരെ തീറ്റ എടുക്കാതെ കിടപ്പിലങ്ങായി പോയപ്പോൾ ഞാൻ 2 നേരം 3 നേരം 4 നേരം അങ്ങനെ 5 നേരമൊക്കെ ആയിട്ടാണ് ഞാൻ ഇവൾക്ക് ഒരു ഗ്ലാസ് വെള്ളമേ കുടിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. എന്നാലും ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ഷീണം മാറ്റിയെടുക്കണം നമ്മൾ. പിന്നെ 2 നേരം ഗ്ലൂക്കോസിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് 2 നേരം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 4 മണിക്കും അതുപോലെ ഒരു 10 മണിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഓരോ ടീസ്പൂൺ ഗ്ലൂക്കോസ് പൊടി അതിലങ്ങ് മിക്സ് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം മാത്രം. അപ്പോൾ ഈ ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ പിണ്ണാക്ക് ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ട നല്ല ഇളം ചൂടുള്ള വെള്ളം, കഞ്ഞിവെള്ളം മാത്രം, അതാണ് ഇവൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു പോലെ തന്നെയാണ്. കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ക്ഷീണമൊക്കെ അങ്ങ് മാറും. അപ്പോൾ പഴകിയതല്ല, നമ്മൾ അന്ന് ചോറ് വെക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതന്നെ ഇവൾ മുഴുവനായിട്ടും കുടിച്ച് തീർക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കായിരുന്നു. 1 ഗ്ലാസ് 1/2 ഗ്ലാസ് അത്രയും മതി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു കുടലും ഇതൊന്നും അങ്ങ് ഒട്ടിപ്പോവില്ല. മറ്റേത് അതും എല്ലാം കേടുവന്ന് പോയാൽ പിന്നെ ഇവർക്ക് തീറ്റ എടുക്കാനും എണീക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി പോകും. ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും. അപ്പോൾ ഞാൻ പിന്നെ അവളിങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കും. കത്രിക വെച്ചിട്ട് കുറച്ച് ഇല ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കും. പുല്ലാണെങ്കിൽ പീസാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ തീരെ കഴിക്കാത്ത ആടുകൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇല ഏതാണോ അത് കൊടുക്കുക. ഞാനിവൾക്ക് പ്ലാവിൽ തന്നെയാണ് കൊടുക്കാറുണ്ടായിരുന്നതെന്ന് വെച്ചാൽ 1 or 2 പൊട്ട്. അത് ആദ്യം ഞാൻ കൈകൊണ്ട് തന്നെ വായിലേക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ അവൾ സ്വയം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രത്തിൽ അങ്ങ് പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അവൾ കുറച്ച് കഴിക്കും, പിന്നെ അങ്ങനെ വെക്കും, പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ കഴിക്കും. അങ്ങനെ കഴിക്കണം. എന്നാലാണ് അവർക്ക് മരുന്നും കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ അവർക്ക് ക്ഷീണം തന്നെയാണ്, ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും അത് ശരീരത്തിലേക്ക് അങ്ങ് പിടിക്കില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ പിന്നെ നമ്മൾ വെള്ളം ഞാനിവൾക്ക് പാത്രത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം തീരെ കുടിച്ചില്ല. അപ്പോൾ ഞാനിതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് കഞ്ഞിവെള്ളമല്ല, അതിൽ തരി ഒന്നും പാടില്ല, ചോറോ ഒന്നും പാടില്ല. അപ്പോൾ അവർക്കത് തൊണ്ടയിൽ കുടുങ്ങും. അപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും കുടുങ്ങാതെ വെറും തെളിവെള്ളം മാത്രം എടുത്തിട്ട് ഉപ്പിട്ടിട്ട് വായിൻ്റെ ഒരു സൈഡിലൂടെ പതിയെ വെച്ച് കൊടുക്കുക കേട്ടോ. ബുദ്ധിമുട്ടായിട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോഴേ അത് എടുക്കണം, വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കരുത്. തീരെ തീറ്റ എടുക്കാത്ത ആടുകളാണെച്ചെങ്കിൽ ഈ വെള്ളം നിങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ ആ ക്ഷീണം മാറും. ആ കൂട്ടത്തിൽ നമ്മൾ മരുന്നും കൂടെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ 100% എഴുന്നേറ്റ് നടന്നിരിക്കും. എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇവളെ എഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആ ഒരു അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആട് വളർത്തൽ ആകെ ഒരു പേടി തോന്നി. ഞാനിത് 5 വർഷത്തിലധികമായി ആട് വളർത്തുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് അകിടി വീക്കം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകിടി വീക്കം എന്താണെന്നോ ഇതിൻ്റെ തുടക്കം എന്താണെന്നോ ഞാനിങ്ങനെ കേട്ടറിവെന്നല്ലാതെ ഞാൻ ഒരിക്കലും ഇത് കണ്ടിട്ടില്ല. കണ്ടാലല്ലേ നമുക്ക് അനുഭവത്തിലൂടെ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു പാഠമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു അകിടി വീക്കം ഇവൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രസവത്തോടെ തളർന്നാണോന്നും അറിയില്ല, അങ്ങനെയും വരുന്നുണ്ട്. പശുക്കൾക്കും ആടുകൾക്കൊക്കെ കാൽസ്യം കുറവാണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു. ഇനി അതാണോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. TT ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അവൾക്ക് പ്രസവം വരെ ഇവൾക്ക് സപ്ലിമെൻറ്റ് ഞാൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങയിലയിലൊക്കെ കാൽസ്യം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവൾ മിക്ക ദിവസം മുരിങ്ങയില തന്നെയാണ് കൊടുക്കാറുള്ളത്. ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട്, പ്രസവം വരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവാണോന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇവൾക്ക് എത്ര പ്രായമായെന്നും അറിയില്ല, അതിൻ്റെ പ്രായത്തിൻ്റെ ഉണ്ടാവുമായിരിക്കാം.
എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫുഡ് നല്ലപോലെ കൊടുക്കുക, അതോടൊപ്പം മരുന്നും കൊടുക്കുക. കഴിക്കാത്ത ആടുകളാണെച്ചെങ്കിൽ വെള്ളം മാത്രം വായിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലുണ്ടല്ലോ അതിലങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ കുറേശ്ശെ ഒരുപാട് അങ്ങ് ഒരു കുപ്പിയൊന്നും നിറയെ അങ്ങ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ അവർക്ക് ആ സമയത്ത് ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഇവളൊന്നും അയ വെട്ടേ ചെയ്യാറുണ്ടായിരുന്നില്ല. ഒരയ പോലും വെട്ടാതെ ഒരു മാസത്തോളമൊക്കെ കിടന്നിട്ട് അതിന് ശേഷമാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റി എടുത്തിട്ടുള്ളത്. ഇനിയും കുറച്ചുകൂടെ മാറാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. കുറച്ചുകൂടെ അവളുടെ അകിടിൻ്റെ ആ ഒരു പ്രശ്നം കൂടെ മാറി വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്